നമസ്കാരം. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ കരുത്തിന്റെ മാറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന ശ്രമം ഫലമണിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലായ ആന്ത്രോത്ത് അന്തർവാഹിനിവേദ യുദ്ധക്കപ്പൽ നാവികസേനയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധക്കപ്പലിന് ശത്രുസേനകൾ സമുദ്രത്തിനടിയിൽ വിന്യസിച്ചിരിക്കുന്ന അന്തർവാഹിനികൾ കണ്ടെത്തി ആക്രമിക്കാനാകുന്ന പ്രത്യേക യുദ്ധ സാമർഥ്യമുണ്ട്. അത്തരത്തിലുള്ള സബ്മറൈനുകൾ മറിഞ്ഞിരിക്കാൻ സാധ്യത കൂടുതലുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് ആഴം കുറഞ്ഞ കടൽ പ്രദേശങ്ങളിൽ അവയെ വേഗത്തിൽ കണ്ടെത്താനാകും വിധമാണ് ഈ യുദ്ധക്കപ്പലിന് രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. അതിനാൽ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലും ഷാലോ വാട്ടർ മേഖലകളിലും വിന്യസിച്ചിരിക്കുന്ന സബ്മറൈനുകളിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ ഈ യുദ്ധക്കപ്പലിനാകും. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഈ കപ്പൽ വികസിപ്പിച്ചെടുത്തത്. 80% തദ്ദേശീയ നിർമ്മിത ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. നൂതന ലഘു ടോർപിഡോകൾ, ആന്റി സബ്മറൈൻ റോക്കറ്റുകൾ, മറ്റ് ഹൈടെക് ആയുധങ്ങൾ എന്നിവ ഈ യുദ്ധക്കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളത്തിനടിയിലെ ചലനങ്ങൾ സൂക്ഷ്മമായി കണ്ടെത്തുന്നതിനായി അത്യാധുനിക റഡാർ, സോണാർ സംവിധാനങ്ങൾ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. പ്രതിരോധ സാങ്കേതിക വിദ്യാശേഷിയിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിനായി രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ ജൈത്രയാത്രയിലെ ഒരു നിർണായക ഏടാണ് ആന്ത്രോത്ത് അന്തർവാഹിനിവേദ യുദ്ധക്കപ്പൽ. ഏകദേശം 77 മീറ്റർ നീളമുള്ള യുദ്ധക്കപ്പലാണ് ആന്ത്രോത്ത്. ഡീസൽ എഞ്ചിൻ, വാട്ടർ ജെറ്റ് സംയോജനത്താലുള്ള പ്രവർത്തന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ സാധ്യമാക്കാൻ പദ്ധതിയിട്ട 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് ആന്ത്രോത്ത്. ആന്ത്രോത്ത് യുദ്ധക്കപ്പലിന്റെ വികസനത്തിനായി ഏകദേശം 700 മുതൽ 800 കോടി രൂപ വരെ ചെലവ് വന്നതായാണ് സൂചന. ഭൂരിഭാഗവും പ്രാദേശിക ഉൽപാദന ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമാക്കിയ ആന്ത്രോത്ത് ഇന്ത്യയുടെ തദ്ദേശീയ ഉൽപാദന മികവിന്റെ നേർക്കാഴ്ചയായി മാറുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള വിദേശ ആശ്രയത്വം കുറയ്ക്കുകയും രാജ്യത്തെ തദ്ദേശീയ പ്രതിരോധ വ്യവസായ രംഗത്ത് തൊഴിൽ വികസനത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, പ്രതിരോധ രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കും വിധമുള്ള ഇത്തരം ചുവടുവയ്പ്പുകൾ ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്ത് ശക്തമായ സാന്നിധ്യമായി ഇന്ത്യയുടെ പേര് അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ആന്ത്രോത്ത് ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ സേനയുടെ ഭാഗമായതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര വ്യാപാര പാതകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്കാകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ അന്തർവാഹിനികൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത്തരം നീക്കങ്ങളെയും മറ്റ് രഹസ്യതന്ത്രങ്ങളെയും തടയാൻ INS ആന്ത്രോത്ത് ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഇന്ത്യൻ നാവികസേനയിൽ ഇതിനു മുമ്പ് ഭാഗമായ ആധുനിക ആന്റി സബ്മറൈൻ വോർഫെയർ കോർവെറ്റായ കമോർട്ട ക്ലാസ് കോർവെറ്റുകളുടെ തുടർച്ചയായ പുതുപതിപ്പായാണ് INS ആന്ത്രോത്ത് കണക്കാക്കപ്പെടുന്നത്. വരും ഭാവിയിൽ സമാന രീതിയിൽ 8 മുതൽ 12 വരെ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഈ വിധത്തിൽ ഇന്ത്യയുടെ കരാതിർത്തികളിൽ എന്ന പോലെ തന്നെ സമുദ്രമേഖലയിലും ശക്തമായ പ്രതിരോധ സുരക്ഷാ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് രാജ്യം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.